ഇപ്പോൾ കൽച്ചേച്ചിയിലേക്ക് വരുമ്പോൾ ട്രെയിലറിൽ കൽച്ചേച്ചിയുടെ ഓൺ വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഈ ചേച്ചിയുടെ വോയിസ് അവളുടെ അറിയോ മുതല് അവളുടെ അറിയോ പിന്നെ ചെറുകുടിഞ്ഞ കിനാവ് പിന്നെ ഇതാന്ന് തോന്നുന്നു ഈ മൂന്നെണ്ണത്തിലെ ചേച്ചിയുടെ ശബ്ദം. അപ്പം ഇത് ഇപ്പം സംവിധായകൻ കഥ പറയുന്നു, അപ്പൊ ചേച്ചിയുടെ ശബ്ദം വേണം എന്ന് പറയുകയായിരുന്നു അതോ? ഉറപ്പായിട്ടും ഇത് ഞാൻ വേണോ ഈ കൂതറ ശബ്ദം കേൾപ്പിക്കണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പം കൃഷ്ണദാസ് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ശബ്ദമാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് വേണം, ചേച്ചി തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മൾ എ സി ഒക്കെ വരുമ്പോൾ എൻ്റെ ശബ്ദം മൊത്തം അടയ്ക്കും. വേണ്ട എ സി ഒന്നും വേണ്ട ഡബിങ് തിയേറ്ററിൽ അങ്ങനെയൊക്കെ സ്ട്രെയിൻ എടുത്ത് എനിക്ക് വേണ്ടി കാലത്ത് 10 മണി മുതൽ 12 മണി വരെ ചേച്ചി വോയിസ് റെസ്റ്റ് എടുക്കാം, പിന്നെ 1 മണിക്കൂർ ചേച്ചി ഇനി എടുത്ത് നാളെ എടുക്കാം, അങ്ങനെ എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ പേര് പറയാറുണ്ട് സ്വന്തം ശബ്ദം കൊടുക്കുമ്പോഴാണ് അതിനെ ഒന്നുകൂടെ പൂർണ്ണത്. ചേച്ചി അത് അതായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ശബ്ദം കൊടുത്തും അഭിനയിച്ചിട്ടുണ്ട്, കൊടുക്കാതെ എത്രയോ കഥാപാത്രങ്ങൾ. അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ചേച്ചിക്ക്? ഇല്ല, നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കഴിവുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഒരു ഫൈറ്റോ അല്ലെങ്കിൽ മടിയോ പിടിയോ കരയുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ കോ ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടുണ്ട് എനിക്ക്. ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ പറയുന്നു, അസോസിയേറ്റ് പ്രോംപ്റ്റ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നു. ഇതൊന്നുമില്ലാതെ ഒരു ഇരുട്ടുമുറിയിൽ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇത്രയും ഫീലിങ്സ് വോയിസ് കൊണ്ടുവരിക, അത് വലിയൊരു കഴിവല്ലേ? എനിക്ക് ഭയങ്കര ബഹുമാനമാണ് അവരോട്. അങ്ങനെ പറയുന്നവർ വളരെ കുറവാണ്. എല്ലാവരും സ്വന്തം ശബ്ദം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരാണ് അങ്ങനെ പറയുന്നത്. സൈജേട്ടൻ ആദ്യം തൊട്ട് തന്നെ എല്ലാ ചിത്രത്തിലും സ്വന്തം ശബ്ദം തന്നെയല്ലേ യൂസ്? അല്ലല്ല, ആദ്യത്തെ 5 പടങ്ങളിൽ എൻ്റെ വോയിസ് ഫസ്റ്റ് പടത്തിൽ ആക്ച്വലി ഹരിൻ സാറിന് എൻ്റെ വോയിസ് തന്നെ യൂസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ 61 ദിവസം ലീവ് എടുത്തായിരുന്നു എയർടെലിൽ നിന്ന് ജോലിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കല്യാണമായിരുന്നു. കല്യാണത്തിനും പിന്നെ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 14 ദിവസം അങ്ങനെയും പോയി. പിന്നെ എനിക്ക് ഇതിന് ഡബ്ബിങ്ങിന് പോകാൻ ലീവ് കിട്ടുന്നില്ല. അപ്പോൾ ഡബ്ബിങ്ങിന് എനിക്ക് 4 ദിവസം കൂടി എടുക്കും. വെച്ചാൽ ഞാൻ പുതുമുഖമാണല്ലോ, അത്ര സമയമെടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് റിലീസ് പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, റിലീസ് പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഡബ്ബിങ് പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പം സാറ്റർഡേ സൺഡേ സായി ചേട്ടൻ അതിനകത്തുണ്ട്. അപ്പോൾ സായി ചേട്ടൻ്റെയും ജഗതി ചേട്ടൻ്റെയൊക്കെ ഡേറ്റ്സ് അന്നാണ് ഡബ് ചെയ്യാൻ. അപ്പം അവർ ഭയങ്കര ബിസി ആക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ അവരുടെ ഡബ്ബിങ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ലീവ് എടുത്തേ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് ലീവ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാനോർത്ത് പിന്നെ എനിക്ക് സിനിമയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തേനെ. ഞാനോർത്ത് എന്നാൽ പിന്നെ ആരെങ്കിലും ചെയ്യട്ടെ, ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു വലിയ പണിയാണത്. അയ്യോ ആണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊന്ന് ചേച്ചി ടെക്നോളജി ഇത്രയും വളർന്നപ്പോഴാണ് ഈ ഡബിങ് ഇത്രയും ബുദ്ധിമുട്ടാണ്. ക്ലിപ്സ് ഒക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് വീണ്ടും അവർ കരയുന്നു അല്ലെ, നമുക്കത് മനസ്സിലാവുന്നത് തന്നെ.